ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാർട്ടിൻ വയലിൻ യൂട്യൂബ് ചാനൽ. ഇന്ന് മുതൽ നമ്മുടെ ഈ ചാനലിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ പാട്ടുകളൊക്കെ വായിച്ച് നമുക്ക് കുറച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് പാട്ടുകൾ വായിച്ചിടാൻ പറ്റില്ല. നമ്മൾ ഒത്തിരി മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഓഡിയോയും എഡിറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ അകത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നുണ്ട്. അതൊന്നും മാറ്റുകയാണ്. നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് മലയാളം മൂവിയുടെ സോങ്ങിൻ്റെ BGMs ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ്. അതുപോലെ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് സദ്യയെ കണ്ണീരിലുണ്ട് എന്ന പാട്ടിൻ്റെ BGM ആണ്. എൻ്റെ ഫസ്റ്റ് BGക്കകത്ത് ഇൻട്രോ BG അല്ല, അത് കഴിഞ്ഞിട്ടുള്ള BGക്കകത്ത് ഒരു ബ്യൂട്ടിഫുൾ സോളോ ഉണ്ട്. ആ സോളോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. C minor root. Okay? ഇങ്ങനെ സോളോയാണ് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. C, B, E flat, G, E flat. അപ്പം എന്തുവരും? താ തീരെ താ, പിന്നെ D, പിന്നെ അടുത്ത് വരുന്നത് E. നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് വായിക്കാം. തേർഡ് പൊസിഷൻ E ഫ്ലാറ്റ് G ആയിട്ട്. ഇവിടെ E ഫ്ലാറ്റ് എന്നുള്ളത് 2 ബാർ ടൈൽ വായിക്കാം. പിന്നെ അത് കഴിഞ്ഞ് Eക്ക് ഒരു Fന് ടച്ച് കൊടുക്കാം. അപ്പം അതിൻ്റെ കേൾപ്പിക്കുക. പിന്നെ അത് താഴത്തുനിന്ന് DC വരെ ബീറ്റിട്ട് അടുത്ത് വരുന്നത് D, G, F ഷാർപ്പ്, F നാച്ചുറൽ. അത് ഒരു ബീറ്റ് റെസ്റ്റ് ചെയ്ത് അപ്പം F രണ്ടാമത്തെ Fന് നമ്മൾ ടച്ച് കൊടുക്കും. ജിയുടെ ടച്ച് കൊടുക്കുക. അത് നേരെ തരാര, അത് നേരെ Fൽ നിന്ന് തേർഡ് പൊസിഷൻ Fലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അത് F ഒരു 2 ബീറ്റ് F കൂടെ വരുന്നുണ്ട്. തരാര. പിന്നെ അടുത്തത് ഈ Fന് ഒരു ടച്ച് കൊടുത്ത അത് തിരിച്ച് F കഴിഞ്ഞിട്ട് EDC. അത് നമുക്ക് എന്നും വായിക്കാം. താഴത്തോട്ട് ഫസ്റ്റ് പൊസിഷൻ ഇറങ്ങിയിട്ട് വായിക്കാം. പിന്നെ അത് കഴിഞ്ഞ് EDC, E ഫ്ലാറ്റ്, B, F, A, G എന്ന് വരും. ഒന്നുകൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബീറ്റുകളൊക്കെ പഠിക്കാനായിട്ട് നേരെ നമ്മുടെ മാർട്ടിൻ വയലിൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയതായി കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.